കോമഡി ഷോയിൽ അനുമോൾക്ക് വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ്. ആരെയാണോ പൂക്കി പാർട്ട്ണറായി വേണ്ടാന്ന് വിചാരിച്ചിരുന്നത് അയാളെ തന്നെ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോളെ ചാനൽ ചതിച്ചതാണോ എന്ന് ഡൗട്ടുണ്ട് ഇക്കാര്യത്തിൽ. കാരണം പൂക്കിയെ സെലക്ട് ചെയ്യാനുള്ള അവസരം ഏറ്റവും ലാസ്റ്റ് കൊടുത്ത ആളാണ് അനുമോൾ. ഈ ഒരു കൈയുടെ മോൾഡ് വെച്ചിട്ടാണ് പൂക്കിയെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരായി ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മോൾഡുകളുണ്ട്. അത് വെച്ചിട്ട് പൂക്കിയുടെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട പൂക്കികളെ സെലക്ട് ചെയ്തു. ഏറ്റവും ലാസ്റ്റാണ് അനുമോൾക്ക് അവസരം കിട്ടിയത്. അതും ലാസ്റ്റ് ആരെയാണോ അനുമോൾക്ക് ഇഷ്ടമില്ലാത്തത്, വേണ്ടാന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്, അവരെ തന്നെയാണ് ലാസ്റ്റ് അനുമോൾക്ക് കിട്ടിയത്. ആരെയാന്നല്ലേ? സ്വന്തം അശ്വിൻ. പൂക്കി സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ നെവിനെ അശ്വിനിയെ എടുത്തുകൊണ്ട് പോകണമെന്നായിരുന്നു അനുമോളുടെ പ്രാർത്ഥന. പക്ഷേ ഏറ്റവും അവസാനം വന്നപ്പോൾ അനുമോളും ജിയോ മച്ചാനും മാത്രം ബാക്കി, പൂക്കികളിൽ അശ്വിനും നെവിനും. അപ്പോൾ അനുമോൾക്ക് ഉറപ്പായി ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം തൻ്റെ തലയിലാവും എന്നുള്ളത്. പക്ഷെ കറക്റ്റ് അശ്വിൻ തന്നെ അനുമോളുടെ തലയിൽ ആയി എന്നുള്ളതാണ്. അനുമോളുടെ കൂടെ ഇത് 3ാമത്തെ തവണയാണ് അശ്വിൻ പൂക്കി പാർട്ട്ണറായിട്ട് വരുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അനുമോളുടെ പൂക്കി പാർട്ട്ണർ അശ്വിനായിരുന്നു. അതിനുശേഷം പിന്നെ 2ാമത്തെ തവണയും അനന്തപത്രത്തിലെ മനോജ് കെ ജയൻ്റെ ക്യാരക്ടറായിട്ട് 2ാമത്തെ തവണയും അനുമോളുടെ കൂടെ പൂക്കി പാർട്ട്ണറായിട്ട് അശ്വിനായിരുന്നു. അപ്പം ഇത്തവണയും മുണ്ടക്കൽ ശേഖരനായിട്ടുള്ള പൂക്കി പാർട്ട്ണറാണ് അശ്വിൻ. അതുമാത്രമല്ല, ആരെ പൂക്കി പാർട്ട്ണറായി കിട്ടിയാലും നെവിനെ അശ്വിനെയും പൂക്കി പാർട്ട്ണറായി വേണ്ടെന്നാണ് അനുമോൾ പറയാറുള്ളത്. കാരണം രണ്ടുപേരും ഒട്ടും സഹായിക്കില്ല അനുമോളെ. അതുമാത്രമല്ല, ഇതിനു മുമ്പ് സാബുമോൻ്റെ കൂടെ അശ്വിൻ പാർട്ട്ണറായി വന്ന സമയത്ത് അനുമോളെ നല്ലപോലെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ഫുൾ ടൈം ഓഫ് ചെയ്തുകൊണ്ടിരുന്ന അനുവിനായിട്ട് നല്ല പണിയും അശ്വിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വിനെ പൂക്കി പാർട്ട്ണറായി വേണ്ടാന്നായിരുന്നു അനു വിചാരിച്ചിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, തലയിലായിപ്പോയി. ഒന്നാമത് പണിയെടുക്കാൻ മടിയുള്ള ആളാണ് അശ്വിൻ. അപ്പോൾ ഇത്തവണ അതിലും ഡബിൾ പണിയാണ് കൊടുത്തിരിക്കുന്നത് അനുവിന്. കാരണം അശ്വിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ മുണ്ടക്കൽ ശേഖരനാണ്. മുണ്ടക്കൽ ശേഖരന് ഒരു കൈ ഇല്ല എന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ അത് ഒറ്റ കൈ കൊണ്ട് വേണം അനുമോളെ സഹായിക്കാൻ. പിന്നെ അനുവിൻ്റെ പൂക്കി പാർട്ട്ണറായി വരുന്ന ആളുടെ കാര്യവും കുറച്ച് കഷ്ടത്തിലായിരിക്കും. കാരണം എന്താ വെച്ചാൽ അനുവിന് എങ്ങനെയെങ്കിലും ആ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഒരിതാണ്. അല്ലാതെ ഇതൊരു എൻ്റർടൈനിങ് ഷോ ആയിട്ടല്ല അനു കാണുന്നത്. അനുവിന് എങ്ങനെയും ജയിക്കണം. അപ്പം അനുവിൻ്റെ പൂക്കി പാർട്ട്ണറായി വരുന്ന ആളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുകയും മാക്സിമം ഹെൽപ്പ് അവരിൽ നിന്ന് അനു പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അനു ചൂടാവും, വയലൻ്റ് ആവും. അപ്പോൾ പിന്നെ അശ്വിനെ പോലെ പണിയെടുക്കാത്ത ഒരാളെ കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ പൂക്കി എന്നുള്ള രീതിയിൽ അശ്വിൻ്റെ കൗണ്ടറൊക്കെ കൊള്ളാം. പക്ഷേ അശ്വിൻ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെയാണെങ്കിലും നമ്മുടെ ഷെഫ് നടൻ്റെ അടുത്ത് ഈ മുട്ടക്കൽ ശേഖരൻ എന്നുള്ള ക്യാരക്ടർ പിടിച്ചുകൊണ്ട് നാറി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഓവറായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അനുമോളുടെ അടുത്ത് പറഞ്ഞ ഡയലോഗുണ്ട്, ഏഴിലക്കരയിൽ പിന്നെ പാവിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശേഖരന് വേണ്ടി മാത്രമായിരിക്കും എന്നൊക്കെ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അനുമോളുടെ കയ്യിൽ നിന്നും അത് പോയി. അനുമോള് ശേഖരന് മാത്രമല്ല ഞാൻ പലർക്കും പാവിരിക്കുന്നു അങ്ങനെ എന്തോ ഒരു രീതിയിൽ ഡയലോഗ് പറഞ്ഞ് അനുമോളുടെ കയ്യിൽ നിന്നും അത് പോയി. അപ്പം ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഇല്ലാത്ത ഡയലോഗുകൾ, കുറച്ച് മോശം ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ വരുന്നുണ്ട് അശ്വിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഓവറാണ്.